ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിൽ നമുക്കൊരു 5 കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു ദ മാനുഫാക്ചർ ഓഫ് എ പ്രോഡക്റ്റ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഏപ്രിൽ 2011. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ₹20,000, ഡയറക്റ്റ് വേജസ് ₹18,000, ടോട്ടൽ മെഷീൻ അവേഴ്സ് 3,000, മെഷീൻ അവർ റേറ്റ് ₹2, ഓഫീസ് ഓവർഹെഡ്സ് 10% ഓഫ് വർക്ക് കോസ്റ്റ്, സെല്ലിംഗ് ഓവർഹെഡ്സ് ₹2.5 പെർ യൂണിറ്റ്, യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 5,000 യൂണിറ്റ്സ്, യൂണിറ്റ്സ് സോൾഡ് 4,600 യൂണിറ്റ്സ് അറ്റ് ₹30 ഈച്ച്. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കുക. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ₹20,000 ആണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് വന്ന ഡയറക്റ്റ് മെറ്റീരിയലാണ്. ദെൻ ഡയറക്റ്റ് വേജസ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ മെഷീൻ അവേഴ്സും മെഷീൻ അവർ റേറ്റുമാണ് തന്നിരിക്കുന്നത്. അപ്പം ഈ മെഷീൻ അവേഴ്സ് മെഷീൻസ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഫാക്ടറിയിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സിനെ കുറിച്ച് വേറെ പറയുന്നുമില്ല. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്ന ഐറ്റമാണ് ഈ മെഷീൻ അവേഴ്സ് എന്ന് പറയുന്നത്. മെഷീൻ അവേഴ്സ് വന്നിരിക്കുന്നത് 3,000 അവേഴ്സാണ് തന്നിരിക്കുന്നത്. ദെൻ അതിന് താഴെ പറയുന്നുണ്ട് മെഷീൻ അവർ റേറ്റ് ₹2 എന്ന് പറയുന്നുണ്ട്. ഒരു അവറിന് 2 രൂപ വെച്ചാന്ന് പറയുന്നുണ്ട്. അപ്പം 3,000 × 2 അതായിരിക്കും മെഷീൻ അവേഴ്സ് എന്ന് പറയുന്നത്, ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞ് വരുന്നത്. പിന്നെ പറയുന്നു ഓഫീസ് ഓവർഹെഡ്സ് 10% ഓഫ് വർക്ക് കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ വർക്ക് കോസ്റ്റിൻ്റെ 10% ആണ് ഓഫീസ് ഓവർഹെഡ്സ് ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ പറയുന്നത് സെല്ലിംഗ് ഓവർഹെഡ്സ് ₹2.50 പെർ യൂണിറ്റ്. നമ്മൾ സെയിൽസ് നടത്തുന്ന യൂണിറ്റ്സിൻ്റെ 2.50 വെച്ചായിരിക്കും സെല്ലിംഗ് ഓവർഹെഡ്സ് കണ്ടുപിടിക്കേണ്ടത്. യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 5,000 യൂണിറ്റ്സ്, യൂണിറ്റ്സ് സോൾഡ് 4,600 യൂണിറ്റ്സ് അറ്റ് ₹30 ഈച്ച്. അപ്പോൾ ഇവിടെ 2 യൂണിറ്റ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒന്ന് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്, യൂണിറ്റ്സ് സോൾഡ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ 5,000 യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്തത്, 4,600 യൂണിറ്റ്സ് മാത്രമേ നമ്മൾ വിറ്റിട്ടുള്ളൂ. അപ്പം ബാക്കി ആ ഡിഫറൻസ് എന്ന് പറയുന്ന 400 യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. 5,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, 4,600 യൂണിറ്റ്സ് നമ്മൾ സെയിൽ നടത്തിയിട്ടുള്ളൂ. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്കാണ്, അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പം പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആയതുകൊണ്ട് അത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ഈ ക്വസ്റ്റിന് ബുക്കിലേക്ക് എഴുതണം. ബുക്കിലേക്ക് എഴുതിയതിന് ശേഷമേ ഈ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ, എങ്കിലും നമുക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റിന് നോട്ട്ബുക്കിലേക്ക് എഴുതുക, അതിനുശേഷം ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് കാണുക, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ 2 എമൗണ്ട് കോളം വരയ്ക്കണം, ടോട്ടൽ കോസ്റ്റ് കോളം വരയ്ക്കണം, പെർ യൂണിറ്റ് കോസ്റ്റ് കോളം വരയ്ക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് തന്നിരിക്കുന്ന ഐറ്റം ഡയറക്റ്റ് മെറ്റീരിയലാണ് അല്ലേ, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്ന ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് 20,000 ആണ്. 20,000 നമ്മൾ എഴുതി. ദെൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 5,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. 5,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം 20,000 ഡിവൈഡ് ബൈ 5,000 എന്ന് പറയുന്നതാണ് 4 പെർ യൂണിറ്റ് 4. ദെൻ നെക്സ്റ്റ് ഐറ്റം ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പറയുന്നത് 18,000 ആണ്. നമ്മൾ 18,000 എഴുതുക. ദെൻ 18,000 ഡിവൈഡഡ് ബൈ 5,000, കാരണം 5,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ്സിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി 18,000 ഡിവൈഡ് ബൈ 5,000 എന്ന് പറയുന്നതാണ് 3.60. നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതി, മീൻസ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് എഴുതി, ഡയറക്റ്റ് വേജസ് എഴുതി. ഡയറക്റ്റ് എക്സ്പെൻസസ് കോസ്റ്റിന് തന്നിട്ടില്ല, അതുകൊണ്ട് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് എഴുതുക. then അതുപോലെ തന്നെ പെർ യൂണിറ്റ് കോളും ആഡ് ചെയ്ത് എഴുതുക. അടുത്തുള്ളത് ആഡ് ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. ആഡ് ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത്, ഫാക്ടറി ഓവർഹെഡ്സ് ഡയറക്റ്റ് തന്നിട്ടില്ല ക്വസ്റ്റിനില്ല, പക്ഷേ ക്വസ്റ്റിന് തന്നിരിക്കുന്നത് മെഷീൻ അവേഴ്സും മെഷീൻ അവർ റേറ്റുമാണ് തന്നിരിക്കുന്നത്. മെഷീൻ അവേഴ്സ് എന്ന് പറഞ്ഞാൽ 3,000 അവേഴ്സ് എന്ന് പറയുന്നുണ്ട്, ഒരു അവറിന് 2 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പം 3,000 അവേഴ്സ് 2 രൂപ വെച്ചിട്ട് നമുക്ക് 6,000 എന്ന് പറഞ്ഞ് വരും. 6,000 നമ്മളത് എമൗണ്ട് കോളത്തിലേക്ക് എഴുതി 6,000. നമുക്ക് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ 5,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത്, അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി 6,000 ആണ്. 6,000 ഡിവൈഡ് ബൈ 5,000 ആണ് എത്ര, 1.2 എന്ന് പറയുന്നത്, 1.2. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈം കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഈ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് കിട്ടുന്നു. നമ്മളത് ടോട്ടൽ കോസ്റ്റ് കോളവും പെർ യൂണിറ്റ് കോസ്റ്റും ടോട്ടൽ ചെയ്ത് എഴുതി.
ഇത് നമ്മൾ ഇനി അടുത്ത് ആഡ് ചെയ്യേണ്ടത് അവിടെ ഓഫീസ് ഓവർഹെഡ്സ് ആണ്. ഓഫീസ് ഓവർഹെഡ്സ് ഓവർഹെഡ്സിൻ്റെ കാര്യം ക്വസ്റ്റിനിൽ പറയുന്നത് 10% ഓഫ് വർക്ക് കോസ്റ്റ് എന്നാണ് പറയുന്നത്. 10% ഓഫ് വർക്ക് കോസ്റ്റ്. അപ്പോൾ വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് 44,000 ആണ്. ഈ 44,000ൻ്റെ 10% എന്ന് പറയുന്നത് 4,400 ആണ്. ദെൻ 4,400 ഡിവൈഡഡ് ബൈ 5,000 ആണ് എന്ത് പെർ യൂണിറ്റ് എന്ന് പറയുന്ന 0.88 എന്ന് പറഞ്ഞ് വരുന്നത്. ദെൻ നമുക്ക് ഈ വർക്ക് കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഓഫീസ് ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. ഇത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് നമ്മൾ സാധാരണ രീതിയിൽ ആഡ് ചെയ്യുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് 5,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. 5,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. 4,600 യൂണിറ്റ്സ് മാത്രമേ നമ്മൾ സെയിൽസ് നടത്തുന്നുള്ളൂ. ബാക്കിയുള്ള 400 യൂണിറ്റ്സ് ഇവിടെ ക്ലോസിങ് സ്റ്റോക്കാണ് അല്ലേ. 400 യൂണിറ്റ്സ് ക്ലോസിങ് സ്റ്റോക്കാണ്. ഈ ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റ് ഷീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 400 യൂണിറ്റ്സ് ആണ്. ഈ യൂണിറ്റ്സ് അല്ല നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്, നമുക്ക് അതിൻ്റെ എമൗണ്ട് വേണം. ഇത് 400 യൂണിറ്റ്സ് കാരണം 5,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. 4,600 യൂണിറ്റ്സ് ആണ് സെയിൽസ് നടത്തിയത്. ബാക്കി വന്നത് 400 യൂണിറ്റ്സ് ആണ്. ഈ 400 യൂണിറ്റ്സ് നമുക്ക് യൂണിറ്റ്സ് ആയിട്ട് എഴുതത്തില്ല, എമൗണ്ട് ആയിട്ട് എഴുതണം. നമ്മൾ എമൗണ്ട് എഴുതുമ്പം നമ്മൾ ഈ പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് നോക്കുക. കാരണം നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചപ്പം പെർ യൂണിറ്റ് കോസ്റ്റ് 9.68 ആണ്. എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്ന കോസ്റ്റ് 9 രൂപ 68 പൈസയാണ്. 9 രൂപ 68 പൈസയാണ് നമുക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ആയിട്ട് വന്നത് 400 യൂണിറ്റ്സ് ആണ് നമ്മൾ ക്ലോസ് സ്റ്റോക്കായിട്ട് വെച്ചത്. അപ്പം 400 യൂണിറ്റ്സിന് ഒരു യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 9.68 വന്നു അല്ലേ. അങ്ങനെയെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഇതിൻ്റെ 400 ഇൻറ്റു 9.68 എന്ന് പറയുന്നത് 3,872 രൂപയാണ്. ഇത്രയും രൂപയുടെയാണ് ക്ലോസിങ് സ്റ്റോക്കുള്ളത്, 3,872 രൂപയുടെ. കാരണം 400 യൂണിറ്റ്സിന് ഒരു യൂണിറ്റ്സിന് 9.68 വെച്ച് 3,872 രൂപ. ഇതായിരിക്കും നമ്മുടെ ക്ലോസിങ് സ്റ്റോക്കിൻ്റെ വാല്യൂ. ശ്രദ്ധിക്കുക, ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 5,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, 4,600 യൂണിറ്റ്സ് ആണ് സെയിൽസ് നടത്തിയത്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 400 യൂണിറ്റ്സ് ആണ്. ദെൻ 400 യൂണിറ്റ്സിന് നമ്മൾ എന്ന് വെച്ചാൽ 400 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസിങ് സ്റ്റോക്കാണ്. ഈ 400 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസിങ് സ്റ്റോക്കാണ്. നമ്മൾ ഈ ക്ലോസിങ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് 400 ഇൻറ്റു 9.68. 9.68 എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നത് ഒരു യൂണിറ്റിന് 9.68 ആണ്. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ പെർ യൂണിറ്റ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ പെർ യൂണിറ്റാണിത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ പെർ യൂണിറ്റാണ് 9.68 എന്ന് പറയുന്നത്. അപ്പം 9.68. അപ്പോൾ 400 ഇൻറ്റു 9.68 എന്ന് പറയുന്നതാണ് 3,872. അപ്പോൾ നമ്മളത് 3,872 നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതി 3,872. അത് നമ്മൾ ഈ കോസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിങ് സ്റ്റോക്ക് ഇതിൻ്റെ ഒന്നും നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് തന്ന കോസ്റ്റ് ഷീറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, പ്രൈം കോസ്റ്റ്, ആഡ് ഫാക്ടറി ഓവർഹെഡ്സ് പറഞ്ഞ ഏറ്റവും ആദ്യം നിന്ന കോസ്റ്റ് ഷീറ്റിൽ പറയുന്ന ഐറ്റത്തിൻ്റെ മാത്രം പെർ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അതല്ലാതെ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ അങ്ങനെയുള്ള ഒറ്റ ഐറ്റത്തിൻ്റെയും നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെയും നമ്മളിത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട. ശ്രദ്ധിക്കണേ, ഇത് വിട്ടുപോകരുത്. ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ വരെ കിട്ടി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇവിടെ കിട്ടാനുള്ള കാരണം 5,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. 4,600 യൂണിറ്റ്സ് ആണ് സെയിൽസ് നടത്തിയത്. ബാക്കി 400 യൂണിറ്റ്സ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആ ഡിഫറൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പറഞ്ഞിരുന്നത്. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 400 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് 400 ഇൻറ്റു 9.68. 9.68 എന്ന് പറയുന്നത് ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 9.68 ആണ് വന്നത്. അപ്പോൾ 400 ഇൻറ്റു 9.68 3,872 രൂപ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ദെൻ നമ്മളിനി ചെയ്യേണ്ടത് സെല്ലിംഗ് ഓവർഹെഡ്സ് ആണ്. സെല്ലിംഗ് ഓവർഹെഡ്സ്. സെല്ലിംഗ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് എത്രയാ റുപ്പീസ്. സെല്ലിംഗ് ഓവർഹെഡ്സ് റുപ്പീസ്
ക്വസ്റ്റിന് പറയും സെല്ലിംഗ് ഓവർഹെഡ്സ് റുപ്പീസ് 2.50 പെർ യൂണിറ്റ്. റുപ്പീസ് 2.50 പെർ യൂണിറ്റ് ആണ്. അപ്പം നമ്മൾ സെയിൽസ് നടത്തിയത് 4600 യൂണിറ്റ്സ് മാത്രമേ സെയിൽസ് നടത്തിയിട്ടുള്ളൂ. 5000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, പക്ഷേ സെയിൽസ് നടത്തിയത് 4600 യൂണിറ്റ്സ് മാത്രമേ സെയിൽസ് നടത്തിയിട്ടുള്ളൂ. 4600 ഇൻറ്റു ഒരു യൂണിറ്റ്സിന് 2.5 രൂപ വെച്ച് 2.5 വെച്ച് 11500 വന്നു. അപ്പോൾ ഇതിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ഒരു യൂണിറ്റ്സിന് 2.5 ആണ്. ദെൻ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് ഓവർഹെഡ്സ് ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടി. ദെൻ രണ്ടിന് ടോട്ടൽ കോസ്റ്റ് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഇനി ആഡ് പ്രോഫിറ്റാണ് എഴുതേണ്ടത്. പ്രോഫിറ്റിൻ്റെ കാര്യം ക്വസ്റ്റിലൊന്നും പറയുന്നില്ല. ദെൻ സെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് സെയിൽസ് എന്ന് പറയുന്നത് അത്ര യൂണിറ്റ്സ് സോൾഡ് 4600 യൂണിറ്റ്സ് അറ്റ് ₹30 ഈച്ച്. 4600 യൂണിറ്റ്സ് ഒരു യൂണിറ്റ്സിന് 30 രൂപ വെച്ച് നമ്മൾ സെയിൽസ് കണ്ടുപിടിക്കുക. നമുക്ക് 1,38,000 കിട്ടും. അപ്പോൾ ഒരു യൂണിറ്റ്സിന് 30 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പെർ യൂണിറ്റ് 30 ആണ്. ദെൻ നമുക്ക് സെയിൽസും കിട്ടി, ടോട്ടൽ കോസ്റ്റും കിട്ടി. അപ്പോൾ സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നേരത്തെ ഇതുപോലെ തന്നെ സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് നമ്മൾ ഈ നിങ്ങൾ ബുക്കിലേട്ട് എഴുതുന്ന സമയത്ത് ആദ്യമേ ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദ മാനുഫാക്ചർ ഓഫ് എ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് 2010 പ്രിപ്പയർ എ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. റോ മെറ്റീരിയൽ യൂസ്ഡ് ₹40,000, ഡയറക്റ്റ് വേജസ് ₹24,000, മെഷീൻ അവേഴ്സ് വർക്ക്ഡ് 9,500 അവേഴ്സ്, മെഷീൻ അവർ റേറ്റ് ₹4 per hour, ഓഫീസ് ഓവർഹെഡ് 20% ഓഫ് വർക്ക് കോസ്റ്റ്, സെല്ലിംഗ് ഓവർഹെഡ്സ് ₹1 per യൂണിറ്റ്, യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 20,000, യൂണിറ്റ്സ് സോൾഡ് 18,000 അറ്റ് ₹10 per യൂണിറ്റ്. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെയാണ് ഇത് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യന് Mr. A furnishes the following data relating to the manufacture of a standard product during the month of January 2015. Raw material purchased ₹15,000, opening stock of material 4,000, closing stock of material 5,000, direct labor cost 9,000, machine hours worked 900 hours, machine hour rate ₹5, carriage inwards 1,000, administration overheads 20% on work cost, selling overheads 50 paise per unit sold, units produced 17,100 units, opening stock of finished product 2,000 units, units sold 16,000 units, selling price per unit ₹4. ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമുക്കിത് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. റോ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് 15,000 എന്ന് വെച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയൽ റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് ആണ് 15,000. പിന്നെ തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എഴുതുക, പിന്നെ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ എഴുതുക, ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. ദെൻ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ്. ദെൻ മെഷീൻ അവർ വർക്ക് ആണ്, മെഷീൻ അവർ റേറ്റ് പറയുന്നുണ്ട്. നമ്മളത് ഫാക്ടറി ഓവർഹെഡ്സിൽ എൻ്റർ ചെയ്യേണ്ട ഐറ്റമാണ്. ക്യാരേജ് ഇൻവേർട്സ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ കൂടെയാണ്. റോ മെറ്റീരിയൽസ് പർച്ചേസിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് ആണ് എഴുതേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 20% ഓൺ വർക്ക് കോസ്റ്റ്. നമുക്ക് കിട്ടുന്ന വർക്ക് കോസ്റ്റിൻ്റെ 20% ആണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്. സെല്ലിംഗ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ്സ് ആണോ വിൽക്കുന്നത്. ഇവിടെ എത്ര യൂണിറ്റ്സ് വിൽക്കുന്നത്? 16,000 യൂണിറ്റ്സ് ആണ് വിൽക്കുന്നത്. 16,000 ഇൻറ്റു 50 പൈസയാണ്, 50 പൈസയാണ്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന 16,000 ഇൻറ്റു 0.50 എന്ന് പറഞ്ഞ് വേണം എഴുതാൻ. പിന്നെ നമ്മൾ ഇനി ഇവിടെ തന്നിരിക്കുന്ന ഒരു ഐറ്റം അഡീഷണൽ ആയിട്ട് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് തരുന്നുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് തന്നിട്ടില്ലായിരുന്നു. അത് മാത്രമാണ് ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 17,100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. 17,100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. 16,000 യൂണിറ്റ്സ് ആണ് നമ്മൾ സെയിൽസ് നടത്തുന്നത്, അല്ലേ? അപ്പം 17,100 യൂണിറ്റ്സ്
നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കണം. നമ്മൾ 17,100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണേ. 17,100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് 2,000 യൂണിറ്റ്സും കൂടെ വന്നിട്ടുണ്ട്. 2,000 യൂണിറ്റ്സ്. അപ്പം 17,100ൻ്റെ കൂടെ 2,000 കൂടെ കൂട്ടണം. 2,000 കൂടെ കൂട്ടിയതിന് ശ്രദ്ധിക്കുക, നമ്മൾ 17,100 യൂണിറ്റ്സാണ് ക്വസ്റ്റിന് പ്രൊഡ്യൂസ് ചെയ്ത കാര്യം പറയുന്നത്. 17,100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. ദെൻ പിന്നെ ക്വസ്റ്റിന് പറയുന്നുണ്ട് 2,000 യൂണിറ്റ്സാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് സാധാരണ രീതിയിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 17,000 യൂണിറ്റ്സിൻ്റെ കൂട്ടത്തിൽ 2,000 യൂണിറ്റ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 19,100 യൂണിറ്റ്സ് വരുന്നു. 19,100 യൂണിറ്റ്സാണ് കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ സെയിൽസ് നടത്തിയത് 16,000 യൂണിറ്റ്സാണ്. 16,000 യൂണിറ്റ്സാണ്. അപ്പം ബാക്കി വരുന്ന 3,100 യൂണിറ്റ്സാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ശ്രദ്ധിക്കുക, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 17,100 യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ 17,100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 2,000 യൂണിറ്റ്സ് എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്. അതും കൂടെ നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് 2,000. അപ്പോൾ ഈ 17,100 2,000 കൂടെ കൂട്ടുമ്പോൾ 19,100 യൂണിറ്റ്സാണ് ടോട്ടൽ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത്. 19,100 യൂണിറ്റ്സാണ് ഉള്ളത്. നമ്മൾ വിറ്റത് 16,000 യൂണിറ്റ്സ് മാത്രമേ വിറ്റിട്ടുള്ളൂ. 19,100 യൂണിറ്റ്സ് നമ്മുടെ കൈവശം ഉള്ളപ്പോൾ നമ്മൾ സെയിൽസ് നടത്തിയത് 16,100 യൂണിറ്റ്സ് മാത്രമേ നമ്മൾ സെയിൽസ് നടത്തിയുള്ളൂ. അപ്പം ബാക്കി എത്ര യൂണിറ്റ്സ്? 3,100 യൂണിറ്റ്സ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 3,100 യൂണിറ്റ്സാണ്. അപ്പോൾ ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കേണ്ടത് ഒന്നുകൂടെ നോക്കുക. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 17,100 യൂണിറ്റ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. 2,000 യൂണിറ്റ്സ് നമ്മുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന യൂണിറ്റ്സ് കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തു. നമുക്ക് 19,100 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ സെയിൽസ് നടത്തിയത് 16,000 യൂണിറ്റ്സാണ്. ദെൻ ആ 16,000 യൂണിറ്റ്സ് കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള 3,100 യൂണിറ്റ്സ് നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ 3,100 യൂണിറ്റ്സാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം വിളിച്ച് എന്നോട് ചോദിക്കേണ്ടതാണ്. ഇതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ ചെയ്യേണ്ടത് ശരിക്കും നോക്കുക. ആകെ വ്യത്യാസമുള്ളൂ, ഇവിടെ ഓപ്പൺ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് തന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ എന്ന് വെച്ചാൽ നേരത്തെ എഴുതിയിരിക്കുന്ന അതേപോലെ തന്നെ പ്രോബ്ലം, അതിനകത്ത് വ്യത്യാസമുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രോഡക്റ്റ് അഡീഷണൽ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് അടുത്ത ക്വസ്റ്റിന് ഇതാ അക്കൗണ്ട്സ് ഓഫ് ABC മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2018 ഷോ ദ ഫോളോയിങ്. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. 1/1/2018 റുപ്പീസ് 66,720 6,720. മെറ്റീരിയൽ പർച്ചേസ്ഡ് 1,50,000. മെറ്റീരിയൽ റിട്ടേൺ ടു സപ്ലയർ റുപ്പീസ് 2,000. ഡയറക്റ്റ് ലേബർ 50,000. ഡയറക്റ്റ് എക്സ്പെൻസസ് 20,000. ഫാക്ടറി എക്സ്പെൻസസ് 15,300. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 8,000. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് 7,900. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 31st December 2018 7,720. പ്രോഫിറ്റ് 10,000. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതുക. അപ്പം മെറ്റീരിയൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ പർച്ചേസസ് ആഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഇവിടെ മെറ്റീരിയൽ റിട്ടേൺ ടു സപ്ലയേഴ്സ് ഉണ്ട്, അത് അതിൽ നിന്ന് ലെസ് ചെയ്യുക. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ലെസ് ചെയ്യുക. ദെൻ ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നു. ദെൻ പിന്നെ ഫാക്ടറി എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നു. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു. പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടുന്നു. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Prepare a cost sheet for the year ended 31st March 2016 from the following figures extracted from the books of Best Engineering Company. അതിനകത്ത് നോക്കുക. ഓപ്പൺ സ്റ്റോക്ക് തന്നിട്ടുണ്ട്, റോ മെറ്റീരിയൽസിൻ്റെ, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പൺ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽസിൻ്റെ, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. അപ്പം മൂന്നിൻ്റെയും സ്റ്റോക്കുണ്ട്. റോ മെറ്റീരിയൽസിൻ്റെ, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. പിന്നെ ഓരോ ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഓരോ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നിരിക്കുന്നത്
മെറ്റീരിയൽ പർച്ചേസ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതറിയാം, മെറ്റീരിയൽ പർച്ചേസ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലിലൂടെ മെറ്റീരിയൽ പർച്ചേസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ വേജസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേജസ് ആണ്. ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസിനോട് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. കൺസ്യൂമബിൾ സ്റ്റോർസ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ സാധാരണ ഫാക്ടറി ഓവർഹെഡ്സിന് എൻ്റർ ചെയ്യേണ്ട ഐറ്റമാണ്. വേജസ് ഓഫ് സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ്സിനോട് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ₹10,000 ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്ന ഐറ്റമാണ്. മെറ്റീരിയൽ ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ 5,000. നമ്മുടെ 5,000 യൂണിറ്റ്സിൻ്റെ 5,000 രൂപയുടെ മെറ്റീരിയൽസ് തീ പിടിച്ച് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയലിൽ നിന്ന് നമ്മളത് ലെസ് ചെയ്ത് കാണിക്കണം. എന്നുവെച്ചാൽ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസിൽ നിന്ന് 5,000 യൂണിറ്റ്സ് നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കണം. നമ്മൾ ആദ്യം ഓപ്പൺ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എഴുതുന്നുണ്ട്, പിന്നെ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. അതിനുശേഷം അതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് മെറ്റീരിയൽ ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതണം. ദെൻ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് നമ്മൾ സാധാരണ ഫാക്ടറി വരുന്ന ഐറ്റമാണ്. ഓഫീസ് മാനേജർ സാലറി ഓഫീസ് ഓവർഹെഡ്സ് ആണ്. സാലറി ടു ഓഫീസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ഓവർഹെഡ്സിൽ വരുന്നതാണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഓഫീസ് ഓവർഹെഡ്സിൽ വരുന്നതാണ്. പവർ ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്നതാണ്. ലൈറ്റിംഗ് ഫോർ ഓഫീസ് ബിൽഡിംഗ് വരുന്നുണ്ട്, ഓഫീസ് ഓവർഹെഡ്സ് ആണ്. ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് വരുന്ന ഐറ്റമാണ്. ഫ്രൈറ്റ് നമ്മൾ പർച്ചേസിനൂടെ ആഡ് ചെയ്ത് എഴുതേണ്ട ഐറ്റമാണ് ഫ്രൈറ്റ്. എൻ്റർടൈൻമെൻറ്റ് ₹2,500. ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെയിൽസ് നടത്താൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സെയിൽസ് പ്രൊമോഷന് വേണ്ടിയൊക്കെ ഉള്ള എക്സ്പെൻസസ് ആണ്. അപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ വരുന്ന ഐറ്റമാണ്. ദെൻ വെയർഹൗസിംഗ് ചാർജസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഓവർഹെഡ്സ് വരുന്നതാണ്. ലീഗൽ ചാർജസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ഓവർഹെഡ്സ് ആണ്. ദെൻ എക്സ്പെൻസസ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ 6,000. ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സിബിഷനൊക്കെ സാധാരണ നടത്തുന്നത് പ്രൊഡക്റ്റ് സെയിൽസ് നടത്താൻ വേണ്ടിയാണ്, സെയിൽസ് പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ സെയിൽസ് നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് വരുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് വരുന്ന ഐറ്റമാണ്. പ്രോഫിറ്റ് 25% ഓൺ കോസ്റ്റിൻ്റെ 25% ആണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫോർവേഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 5 പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കണം. അതല്ല എങ്കിൽ ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കരുത്, കാരണം ഇതിനേക്കാൾ ഇച്ചിരി കൂടെ വലിയ പ്രോബ്ലം ആയിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ചെറിയ പ്രോബ്ലത്തിന് തന്നെ ഡൗട്ട് തീർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഓക്കെ, ഗുഡ് ഡേ.